അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ കുറച്ച് മാങ്ങ വാങ്ങിച്ചിട്ടോ. അപ്പോൾ മാങ്ങച്ചാറാണ് ഇടുന്നത്. അപ്പോൾ ഇഞ്ചി ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിലാണ് ചതച്ച് മാറ്റി വെച്ചേക്കണത് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ചതയ്ക്കാൻ പോകുന്നുണ്ട്. നമ്മൾ കത്തി കൊണ്ട് ചെറുതായിട്ട് കുനുകുന അരിഞ്ഞാലും മതി കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്തിരി ഫ്ലേവർ കൂടുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ചതച്ച് മാറ്റി വെക്കാൻ പോകുന്നുണ്ട്. അതുമ്മ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചാനൽ എല്ലാവരും കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്തതായി പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉമ്മതേ ഈ ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. നല്ലെണ്ണ ആകുമ്പോൾ അത് കേടുകൂടാതെ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തതായി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ മൂത്ത് വരുമ്പോൾ നമ്മൾ വേപ്പിലിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുത്തൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കുത്തു മാറുന്ന വരെ ഒന്ന് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതും പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്താൽ മതി കേട്ടോ. എരിവ് അനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടി. അതും ഇളക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഈ കുത്തു മാറുന്ന വരെ ഒന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഈ പച്ചമാങ്ങ അരിഞ്ഞിട്ട് അത് ഉപ്പിട്ടിട്ട് വെയിലത്തിട്ട് ഉണക്കിയതാണ് കേട്ടോ. അപ്പം അത് കേടുകൂടാതെ കുറച്ച് നാളിരുന്നോളൂ കേട്ടോ. അത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അത് നല്ലതായി വരുമ്പോൾ സുർക്ക ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം സുർക്ക ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി ഇതാക്കി കൊടുക്കുന്ന വരുമ്പോൾ സുർക്ക ഒഴിച്ചാലും മതി കേട്ടോ. ഓരോരുത്തർ ഇഷ്ടാനുസരണം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കുപ്പിയിൽ ചെറുതായിട്ട് കുറച്ച് സുർക്ക ഉണ്ടായത് അത് ഒഴിച്ച് കൊടുത്താണ് കേട്ടോ. പിന്നെ കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാർ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇടാൻ നോക്കാം കേട്ടോ. ബൈ, സീ യു.